ഹലോ മച്ചാൻ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ വിടാമുയർച്ചി കണ്ടിരിക്കുകയാണ്, അജിത്തിൻ്റെ വിടാമുയർച്ചി. ആഫ്റ്റർ എ ലോങ് ടൈം അജിത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് അജിത്തിൻ്റെ ഒരു സിനിമ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയതൊക്കെ അത്രക്കും വലിയ ഹിറ്റെന്ന് പറയാൻ പറ്റത്തില്ല പുള്ളിയുടെ ഇതിൽ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ഇച്ചിരി കൊള്ളാം. സംഭവം ഒരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ഫ്രം മകിഴ് അങ്ങനത്തെ സംഭവങ്ങളാണ്, മകിഴ് തിരുമേനി പുള്ളിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനിരുദ്ധ്, പിന്നെ ലൈക്ക പ്രൊഡക്ഷനാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമോട്ടോഗ്രാഫർ ഓം പ്രകാശാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അജിത്തുണ്ട്, പിന്നെ തൃഷ്യ, പിന്നെ അർജുൻ, പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്, അത്യാവശ്യം കുറച്ച് പേരുണ്ട് ഇതിനകത്ത്. അപ്പം പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം കൊള്ളാം, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ക്ലാസിക് ആക്ഷൻ മൂവി എന്ന് തന്നെ പറയാം. കാരണം ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. ഒരുമാതിരി നമ്മളെ ഇങ്ങനെ വെടിവെപ്പാണെങ്കിലും കുറേ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ തള്ളിക്കയറ്റെന്ന് പറയത്തില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഇത് പക്ക സൈലൻറ്റ് ക്ലാസിക് രീതി എടുത്തു വെച്ചൊരു സിനിമയാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്റ്റായി. പിന്നെ ഇത് ഒരു ബ്രേക്ക് ഡൗൺ അങ്ങനത്തെ ഒരു മൂവിയുടെ ഒരു റീമേക്കാണ്. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമ കണ്ടെങ്കിൽ ചിലപ്പം എനിക്കിത് എന്താണെന്ന് പറയേണ്ടത് വരത്തില്ലായിരുന്നു. കാരണം ആ സിനിമ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു സിനിമയുടെ ഇതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും നീണ്ടു പോയത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് എന്തോ ഇറങ്ങേണ്ട സിനിമയും കണ്ടായിരുന്നു. പിന്നെ അവരെ കൊണ്ട് കൊടുത്ത് കേസ് കൊടുത്ത് പ്രശ്നമായി, അങ്ങനെ എന്തൊക്കെയാണ്. ഇപ്പം എനിക്കൊന്നും മാറിയെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഫൈറ്റ്, മോനെ കിഡു സാധനം. കിഡു എന്ന് വെച്ചാൽ കിഡു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീനെ അറിയാമല്ലോ, നമുക്കറിയാം പുള്ളി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വൃത്തിക്കും വെടുപ്പിനും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല പക്ക ആയിട്ട് എടുത്തു വെച്ചിരുന്നു. ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് പക്ക നാച്ചുറൽ സാധനമാണ് ഫൈറ്റ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അസർബൈജാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. അസർബൈജാനിലാണ് ഇത് കൂടുതലും. അതുപോലെ തന്നെ ഇതിൻ്റെ ആ വിഷ്വല് പക്ക ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ അവിടെ ഷൂട്ട് ചെയ്ത് തന്നെയാണ്. നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ നമ്മൾ കാണത്തില്ലേ, ആ ഒരു ഫീൽ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും കിട്ടുന്നത് നമുക്ക്. എന്തായാലും പടം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം റിവ്യൂ ആയിട്ട് പറയുക. റിവ്യൂ ആയിട്ടല്ലെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.